ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അത് നമ്മുടെ JR Naraza ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലില്ലായിരുന്നു, അതിൻ്റെ അകത്തൊരു വീഡിയോ വന്നിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഏട്ടനാണെങ്കിൽ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്, 5 സ്റ്റാർ ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലാണ് കേട്ടോ, നമ്മുടെ ഗ്രൂപ്പിൻ്റെ ചാനലാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ആ ചാനൽ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത് നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ്. ഞാൻ ഫോണ് ഒന്നെങ്കിൽ മറ്റേ അവിടെ ഇവിടെയൊക്കെ ചാരി വെച്ചിട്ടും, അല്ലെങ്കിൽ എനിക്കൊരു സെൽഫി സ്റ്റിക്ക് ഉണ്ട്, MS എന്ന് പറഞ്ഞിട്ട്, സെൽഫി സ്റ്റിക്ക് MS എന്ന് പറഞ്ഞിട്ട്, അതിലാണ് ഞാൻ വീഡിയോ എടുക്കാറ്. അപ്പോൾ സെൽഫി സ്റ്റിക്ക് MS ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ സെൽഫി സ്റ്റിക്ക് MS. യെസ് ഗൈസ്, ഇതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ കഥയുടെ തുടക്കം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് ഇത് ഞാനൊരു തിണ്ടിൽ ഫോൺ ചാരി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇതിൻ്റെ ബാഗിലൊരു വലിയ തിണ്ടുണ്ട്. ആ തിണ്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ ഒരു ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ സാധാരണ പോലത്തെ വീഡിയോ, ഒരു ഡാൻസ് വീഡിയോ ആയിരുന്നു. ഡാൻസ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ തുള്ളി കളിക്കുമ്പോൾ എന്താണ്ടായെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ കളിക്കുമ്പോൾ ആ പ്രഷർ നിലത്തോട്ട് വന്നിട്ട്, ആ പ്രഷർ ഈ തിണ്ടിൽ വന്നിട്ട് ഈ സാധനത്തിൻ്റെ കാലില്ല, അതല്ല, അത് പുതിയ നമ്മുടെ പ്രൊഡക്റ്റാണ്. ഈ സാധനത്തിൻ്റെ കാലുണ്ടല്ലോ, ഇതിപ്പോൾ ഈ ഇവിടെ കാലില്ലല്ലോ, ഈ കാലങ്ങ് ഒടിഞ്ഞുപോയി. അപ്പോൾ എന്താ, ഇത് 2 കാലിൽ ഇതിങ്ങനെ വെച്ചാൽ ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കും. അപ്പോൾ പിന്നെ ഇതിൽ ഫോണും കൂടെ ഉണ്ടായതുകൊണ്ട് ഫോണിൻ്റെ വീട്ടിൽ നിന്നിട്ട് ഇതിങ്ങനെ അങ്ങ് കടന്നു. പക്ഷേ കിടന്നത് ഫ്രണ്ടിൽ വരികയാണെങ്കിലും അത് പൊട്ടില്ലായിരുന്നു, ബാക്കിലോട്ടാണ് ഗൈസ് ഇങ്ങനെ വീണത്. പിന്നെ ഞാൻ പറയണ്ടല്ലോ, കഥ തീർന്നു. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നു നോർമലായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഇത് ഡാൻസിൻ്റെ ഇത് കാരണം ഇതിങ്ങനെ ആയപ്പോൾ എന്താ, ഇവിടെ ഫോണിൻ്റെ പ്രഷർ വന്നു. ഇവിടെ കുറേ സാധനം ഉണ്ടായിരുന്നു, ഫോൺ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനവും ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഊരിപ്പോയി കേട്ടോ. അപ്പോൾ ഫോണിൻ്റെ പ്രഷർ വന്നപ്പോൾ ഇത് ഇങ്ങനെ അങ്ങ് പോയി. അപ്പോൾ എന്താ, ഇതിൻ്റെ അടിയിൽ വേറൊരു സ്റ്റെപ്പും കൂടി ഉണ്ട്. ആ സ്റ്റെപ്പിലങ്ങ് അടിച്ചിട്ട് ഈ സാധനത്തിൻ്റെ ഈ കാല് നേരത്തെ ഒടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് പൊട്ടിപ്പോയി. ആൻഡ് ഇതിൻ്റെ റിമോട്ട് പൊട്ടിപ്പോയി. ആൻഡ് ഇവിടെ ഉണ്ടായിരുന്ന സാധനമൊക്കെ പൊട്ടിപ്പോയി. ഇപ്പം ഇത് ഈ ഒരു കോലത്തിലാണ്. ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് കയ്യിൽ ഒതുങ്ങും, ഇത്രേ ഉള്ളൂ. അല്ലാണ്ട് സെറ്റും കൂടെ വന്നാൽ ഒന്നും കൂടി കൂട്ടാം. ഇത് ഇത്ര ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇവന് പകരം പുതിയൊരു മാഷിനെ വാങ്ങിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാണ് ഗായ്സ് നമ്മുടെ അണ്ണൻ. അതെ, ആ പുതിയ നമ്മുടെ മെമ്പറാണ് നമ്മുടെ വ്ളോഗിങ്ങിലെ. എന്താണിത്, MS ആണെങ്കിൽ ഇത് M1S ആണ് ഗൈസ്, സെൽഫി സ്റ്റിക്ക് M1S. M1S ഉണ്ടായിരുന്നു, M2S ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങളെല്ലാവരും ചോദിക്കും എന്താണ് M2S എടുക്കാണ്ടിരുന്നത്. M2Sൽ ആകെയുള്ളൊരു പ്രത്യേകതയാണ് ഇവിടെ ഗ്രിപ്പ് വരുന്നത്. ആ ഗ്രിപ്പാണെങ്കിൽ ഇതിലുണ്ട്, മറ്റേതിലും ഒന്നുകൂടെ സ്ട്രോങ് ഗ്രിപ്പായിരിക്കും, സ്പോഞ്ചായിരിക്കും. അതെൻ്റെ കാര്യമില്ലെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് വലിയ പ്രത്യേകതയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ M1S ആണ് കഴിച്ചെടുത്തത്. അപ്പോൾ ഇതിനെ അറിയണമെങ്കിൽ ഇത് സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം. ആൻഡ് ഇതിൽ ഈ പൊട്ടിപ്പോയ ആ റിമോട്ട് വരുന്നുണ്ട്, പുതിയ വേർഷനാണ് ഇതിൻ്റെ. ട്രൈപോഡായിട്ട് ഉപയോഗിക്കാം. ഇതാണ് സെൽഫി സ്റ്റിക്കിൻ്റെ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ മണ്ടയ്ക്ക് ലൈറ്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെൽഫി സ്റ്റിക്ക് വരുന്നത്. ആൻഡ് പിന്നെന്താ ഫാനുണ്ട്, കൂളിംഗ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ. ആൻഡ് ഇതിൽ വേറെ പ്രത്യേകത ഉണ്ട് ഗൈസ്, 3 മോഡ് ഓഫ് ലൈറ്റ് ഉണ്ട്. അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പിന്നെ സ്വിച്ച് ഉണ്ട്. പിന്നെ കളറ് വന്നിട്ട് ബ്ലാക്കാണ്, മെയ്ഡ് ഇൻ ചൈനയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. മോഡൽ വന്നിട്ട് M1S സെൽഫി സ്റ്റിക്കാണ്. ഡൈമാഷ
റെസൊല്യൂഷൻ വന്നിട്ട് 298 51 35 mm എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. മെറ്റീരിയൽ പറയുന്നത് AB+ പ്ലാസ്റ്റിക്കാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലും. AB+ പ്ലാസ്റ്റിക്കും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. അത് ഓടിക്കാം. സിമ്പിൾ ഓപ്പണിങ്. നമ്മുടെ അണ്ണൻ അകത്തിരിപ്പുണ്ട്. ഞാൻ വെളിയിലോട്ട് വെക്കാം. പിന്നെ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി വലിപ്പമുണ്ട്. ഓക്കെ, പറ്റി പഠിക്കില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അണ്ണൻ. ഒരു പ്ലാസ്റ്റിക് കവറാണ്. പ്ലാസ്റ്റിക് കവറിന്ന് പുറത്തെടുക്കുമ്പോൾ ഓക്കെ നല്ല പണം ഗൈസ്. ഇതാണ് നമ്മുടെ അണ്ണനിപ്പോൾ ഫോൾഡായിട്ടാണ് ഇരിക്കുന്നത്. ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇങ്ങനത്തെ ഒരു സാധനം കിട്ടും. അതിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത് ഈ ലോക്ക് ഒന്നല്ലേ ഗൈസ്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ പഠിച്ച് വരുന്നതേ ഉള്ളൂ ഗൈസ്. സെൽഫി സ്റ്റിക്കിനകത്ത് അങ്ങനെയാണ് എല്ലായിടും പഠിച്ചു. ഇതാണ് നമ്മുടെ സെൽഫി സ്റ്റിക്ക്, വേറൊന്നുമില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോൾഡപ്പ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഇതെല്ലാം 1.5 M1S എന്ന് പറയുന്ന മോഡൽ. അപ്പം ഇതിന് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കണക്ക് കൂട്ടുന്നില്ല, ഈ ഭാഗം ഞാൻ കൂട്ടുന്നേ ഇല്ല. അതെന്നാന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ ഹാൻഡിൽ. നിങ്ങളെല്ലാവരും കണ്ടത് ഇതാണ് ഇതിൻ്റെ ഹാൻഡിൽ. മറ്റേതിൻ്റെ ഹാൻഡിൽ വന്നിട്ട് ഇത് ഇത്രയാണ് ഉള്ളത്. ഓക്കെ, കമ്പയർ ചെയ്ത് വെച്ചാൽ ഇത് ഇത്രയും വലുപ്പമുള്ള ഒരു ഹാൻഡിൽ ഒരു കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. മറ്റേതിനെ അപേക്ഷിച്ച് ഇനി വലുപ്പം കൂടുതലാണ്. കാരണം ഫോൾഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അത്ര ഒരു വലുപ്പത്തേക്ക് തന്നെ വരത്തില്ല. ഇത്ര വലുപ്പവും പിന്നെ നല്ല വീതിയും ഉണ്ട്, അത്യാവശ്യം വെയിറ്റും ഉണ്ട് സാധനത്തിന്. ഇനിയാണ് ഇതിൻ്റെ നീളം. ഓക്കെ, നീളം രണ്ടിലും സെയിം ആണ് ഗൈസ്. ഒന്നും പോയി പറഞ്ഞിട്ട് നീളം വ്യത്യാസം വരാൻ പോകുന്നില്ല. കണ്ടല്ലോ, ഇത്രയാണ്. മറ്റേ സാധനം വരുമ്പോൾ ഇത്ര വരും. ഇവൻ്റെ നീളം ഞാൻ കാണിച്ചു തരാം. പോവാൻ മറ്റേതിൻ്റെ അപ്പം നീളമായിപ്പോൾ ഇത്രയൊന്നുമല്ല ഗൈസ്. ഇതിൽ ഒരുപാട് എക്സ്റ്റെൻഡ് ആവാനുണ്ട്. കാണാൻ പറ്റാത്ത അത്ര ദൂരത്ത് വരുന്നുണ്ട് അല്ലേ. ആൻഡ് ഇതല്ലേ മാക്സിമം. ഇതുമല്ല ഗൈസ് മാക്സിമം. എൻ്റെ ദൈവമേ ഗൈസ്, ഇതാണ് ഇതിൻ്റെ അറ്റെങ്കിൽ ഇതാണ് ഗൈസ് ഇതിൻ്റെ എൻ്റെ. ഇതിപ്പോൾ ട്രൈപ്പോഡിലാണ് കിടക്കുന്നത്. നോർമലാക്കി കഴിഞ്ഞാൽ കുറച്ച് വലുപ്പം കുറയും, എന്നാലും ഇതിനെക്കാട്ടി വലുപ്പമുണ്ട് ഗൈസ്. ട്രൈപ്പോഡ് നമുക്ക് ട്രൈപ്പോഡ് മാറ്റിക്കഴിഞ്ഞാൽ സെറ്റപ്പ് ആയിട്ടുണ്ട്. ആണല്ലോ, ഇതാണ് നമ്മുടെ പുതിയ വെർഷൻ. കുറച്ച് ടൈറ്റാണ് ഗൈസ് സാധനം. ഒന്ന് ഇങ്ങോട്ട് ലൂസാക്കണം. ലൂസാക്കിയേ ഇത് ഭയങ്കര ലൂസായി പോയാ ഗൈസ്. കുറച്ചധികം ലൂസായി പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ചെക്കന് കുറച്ച് പ്രത്യേകതകളും ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഹെഡ് ഭാഗം പറയുന്നത്. ഇതിൻ്റെ ഹെഡ് ഭാഗം ഞാൻ കുറേ തിരഞ്ഞു നോക്കി കേട്ടോ, ബട്ട് കിട്ടിയില്ല.
ഇതിൻ്റെ ഹെഡ് ബാഗ് എവിടെയാണ്? ഇതിങ്ങനെ ഒരു കുഴിക്കകത്ത് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തുറന്നാൽ നമുക്ക് കിട്ടും നമ്മുടെ ഫോൺ ഹോൾഡ് ചെയ്യാനുള്ള പരിപാടി. യെസ്, അതിലും ഇതിലും സ്പഞ്ചാണ് ഫോൺ ഹോൾഡ് ചെയ്യാനുള്ള പരിപാടി. ആൻഡ് ഇവിടെ ലൈറ്റ് വരുന്നത്, ലൈറ്റ് പറയുമ്പോൾ വെള്ളയുണ്ട്, വാം കളറുണ്ട്, ബ്രൈറ്റ് വെള്ളയുണ്ട്, ഓഫുണ്ട്. 3 ഡിഫറെൻറ്റ് മോഡാണ് നമ്മുടെ സെൽഫി സ്റ്റിക്കിൽ വരുന്നത്. ഇതിൽ ഫോൺ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല ഗൈസ്, കാരണം ഇതിൽ ഈ സാധനം ഇല്ല. അല്ലെങ്കിൽ ഞാൻ ഇതും വെച്ചിട്ട് വേറൊരു കാര്യമുണ്ട് ഗൈസ്, അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ ഈ സെൽഫി സ്റ്റിക്ക് മടക്കി ഈ സെൽഫി സ്റ്റിക്ക് താത്തി ഇതെൻ്റെ ഹെഡിൻ്റെ അത്ര വെള്ളം ഗൈസ്, കണ്ടല്ലോ എല്ലാവരും കാണുന്നുണ്ട്. എൻ്റെ ഹെഡിൻ്റെ അത്ര വെള്ളം. മറ്റേതിൽ ഫോൾഡ് ഓപ്ഷൻ ഉണ്ട്, അത് ഫോൾഡ് ചെയ്താലും എൻ്റെ ഹെഡിൻ്റെ അത്ര പറ്റുള്ളൂ. ഇതിൽ ഫോൾഡ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ 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 ഇത് ഹെഡിൽ നിന്ന് തുടങ്ങി കഴുത്ത് തീരുന്ന വരെ സാധനമുണ്ട് ഗൈസ്. ഞാൻ എന്തായാലും ഇതിൽ ഫോൺ ചാർജ് പവർ ബാങ്കിലാണ് ഷൂട്ട് ചെയ്യണം, അതാണ് പ്രശ്നം. ഒരു വരുന്നില്ല. എൻ്റെ ഫോൺ സ്ലിം ആയതുകൊണ്ട് ഇതിൽ ഇന്ന് ആടിക്കളിക്കുകയെന്തോ. എൻ്റെ ഫോണ് നമ്മുടെ ഇവനെ കാട്ടും. ഒരു പ്രശ്നമുണ്ട് ഗൈസ്, ഫോണിൻ്റെ ഹൈറ്റിന് നമ്മുടെ സെൽഫി എണ്ണം ഹൈറ്റാണ്. ഓക്കെ ഞാൻ പേടിച്ചു പോയി ഗൈസ്. ഫോണ് സെൽഫി സ്റ്റിക്ക് ഹൈറ്റ്. ഓക്കെ ഇതാണ് ഗൈസ് നമ്മുടെ പുതിയ ആൾ. എങ്ങനെയുണ്ട് അവൻ്റെ പെർഫോമൻസ്? ഇതിൻ്റെ എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ പെർഫോമൻസ്? ഞാനൊന്നാണെന്ന് കാണിച്ചാൽ ഞാൻ എൻ്റെ ഫോൺ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. പവർ ബാങ്ക് ഒന്ന് പോക്കറ്റിലെത്തെ. എങ്ങനെയുണ്ട് ഗൈസ് നമ്മളെ പുതിയ അണ്ണൻ? പവറല്ലേ അണ്ണൻ? നമ്മുടെയൊക്കെ അണ്ണൻ്റെ കഴുത്തി പിടിച്ചൊക്കെ സെറ്റപ്പ് ആയിട്ട് വളർന്നെടുക്കാം. പക്ഷെ ഒരു സീൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അണ്ണനാണെങ്കിൽ കുറച്ചല്ല ഗൈസ്, നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ അണ്ണനെ നമുക്ക് ഫുള്ളി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യിക്കാം. ചിത്രം വരും. ഓക്കെ 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 ചാർജർ. അയ്യോ 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 ഒന്നുമില്ല. നമുക്കിനി എൻ്റെ ഹൈറ്റിലൊന്നിത് ട്രൈപ്പോഡ് പോലെ വെച്ചാലാ ഈ സാലാക്ക നമ്മുടെ അല്ല ഗൈസ്. ബൈ ദ വേ പറയാൻ വിട്ടുപോയി ഗൈസ്, നമ്മുടെ പുതിയ ചാനലിലെ വ്ളോഗ്, ഫസ്റ്റ് വ്ളോഗ് എന്ന ചെന്നൈനെ കുറിച്ചാണ്. കാരണം ഒന്നും തോന്നുന്നു നമ്മുടെ ചാനലിൽ കാണുന്ന ആൾക്കാർ മുംബൈ ഫാൻസ് ഉണ്ടെങ്കിൽ വീഡിയോ മെസ്സേജ് കേട്ടോ. പറയുന്ന കാര്യം CSK കുറിച്ചാണ്. ഗൈസ് ഞാൻ CSK ഫാനാണ് ഗൈസ്. ഞാനും മാത്രമല്ല, ഞങ്ങൾ 3 പേരും കൂടെയാണ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ 3 പേരും CSK ആണ് ഗൈസ്. പക്ഷേ എൻ്റെ മാമൻ മാത്രം MI ആണ് ഗൈസ്. മാമൻ്റെ ശ്രദ്ധയ്ക്ക് മാമൻ്റെ വീഡിയോ കാണണം, ഞാൻ ലിങ്ക് അയച്ചു കൊടുക്കുന്നുണ്ട് മാമന്. ഇന്നലത്തെ മുംബൈ വേഴ്സസ് CSK മാച്ചിൽ മുംബൈ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് ഗൈസ്. മാമൻ്റെ ശ്രദ്ധയൊക്കെ തിരിക്കട്ടെ. നിങ്ങളാരെങ്കിലും MI ഫാൻ ഉണ്ടോ ഗൈസ്? കമൻറ്റ് ബിലോ. നമ്മൾ ഏറ്റുമുട്ടിയിട്ട് നമ്മൾ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും MI ഫാൻ ഉണ്ടോ ഗൈസ്? എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും ഉണ്ടോ നിങ്ങളിൽ MI ഫാൻ? ഞാൻ ഫുൾ സൂപ്പർ കിങ്സ് അടിയും കേട്ടില്ല ഗൈസ്. നമ്മളൊക്കെ നമ്മുടെ MI ഫാൻ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ അണ്ണന് സബ് ചെയ്യുക. നമ്മുടെ അണ്ണൻ സൂപ്പറാണെങ്കിൽ സബ് ചെയ്യുക ഗൈസ്. കൊള്ളൂലെങ്കിലും
കൊള്ളില്ലെങ്കിൽ സബ് ചെയ്തോ ഗൈസ്, അതൊക്കെ അത്രയേ ഉള്ളൂ. പറ്റിയ മഞ്ചി ഗൈസ് കുറച്ച് ട്രൈപോഡ് ലൂസാക്കാൻ നോക്കിയതാണ്. ഓക്കെ പൊളപ്പനായിട്ടുണ്ട് നമ്മുടെ ട്രൈപോഡ്. അങ്ങനെ നമുക്ക് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഇതിങ്ങനെ വെച്ച് നോക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനത്തിൻ്റെ ഫുൾ എക്സ്റ്റൻഷൻ. ഞാൻ പറഞ്ഞ പോലെ വി ആർ ചെന്നൈ ഫാൻസ്. ഇങ്ങനെ വെച്ചുള്ള സീനെന്ന് വെച്ചാൽ എന്നെ കാണാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എൻ്റെ വീടിൻ്റെ മുകളിൽ വെച്ച് കാണേണ്ടി വരും. ചെന്നൈ, വി ആർ ചെന്നൈ ഫാൻസ്. ചെന്നൈ സൂപ്പർ കിങ്സ്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതാണ് നമ്മുടെ അണ്ണൻ്റെ ഫുൾ എക്സ്റ്റൻഷൻ പരിപാടികൾ. എക്സ്റ്റൻഷൻ ഞങ്ങൾ മണ്ടവരെ ചെന്നു. ഓക്കെ, നോ പ്രോബ്ലംസ്. അപ്പോൾ ബൈ ഗൈസ്, ബൈ 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 ഗൈസ്. അപ്പോൾ മറ്റേ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, എന്താണ് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ 5 സ്റ്റാർ ക്രിക്കറ്റ് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് മറ്റേ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ JR നറാസ ഗ്രൂപ്പ്. ആൻഡ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് ഡ്രാഗനും സബ് ചെയ്യുക. ആൻഡ് 5 സ്റ്റാർ ക്രിക്കറ്റും സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് പറ്റുകയാണെങ്കിൽ ആ ബെല്ലൈക്കണം കൂടെ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കുക ഗൈസ്. ബൈ ഗൈസ്. പിന്നെ കാര്യം, ഇത് നമ്മുടെ MI ഫാൻസിനെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. 112 257 തല 4 RS. ബൈ ഗൈസ്.